Hi, I am Miss Lisa. Welcome to Mada Music Center. ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് ആരാരും കാണാതെ ആരോമൽ ടൈമിൻ്റെ പിന്നെയും പൂവിടുന്നു. നമുക്ക് ആ പാട്ടിൻ്റെ സ്കെയിൽ ഏതാണെന്ന് നോക്കാം. അതായത് രാഗത്തിൽ ആ പാട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അതിന് പറ്റിയ കോഡ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കീബോർഡിലേക്ക് നോക്കിയാലോ. നമ്മൾ ഇന്ന് ഈ പാട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ സ്കെയിൽ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എ മൈനസ് സ്കെയിലിലാണ് ഈ പാട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എ മൈനസ് സ്കെയിൽ മിസ് കഴിഞ്ഞ ക്ലാസ്സിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഇതുണ്ട് എ ബി സി, പിന്നെ തേർഡ് ഫിംഗർ ഫസ്റ്റ് ഫിംഗർ കൊണ്ടുവന്ന് ഡി ഇ എ ജി എ. ഇതാണ് എ മൈനസ് സ്കെയിൽ. അപ്പോൾ എ മൈനസ് സ്കെയിൽ എടുക്കുമ്പോൾ ഈ പാട്ടിൻ്റെ രാഗം വന്നിട്ട് ഇത് ശുദ്ധ സാവേരി രാഗത്തിലാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ശുദ്ധ സാവേരി രാഗം 29ാമത് മേളകർത്താ രാഗമായ ശങ്കരാഭരണം രാഗത്തിൻ്റെ ജന്യരാഗമാണ് ഈ ശുദ്ധ സാവേരി എന്ന രാഗം. അപ്പോൾ ശുദ്ധ സാവേരി രാഗത്തിനകത്ത് 5 സ്വരമേ ഉള്ളൂ, 7 സ്വരം ഇല്ല. അപ്പോൾ ഇതാണ് സ്വരസ്ഥാനം ഇങ്ങനെ പോകുന്ന ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ഗാന്ധാര ഇല്ല, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, നിഷാദം ഇല്ല, ഷഡ്ജം. ഇതാണ് ശുദ്ധ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഇങ്ങനെ പോകുന്നത്. അപ്പോഴേ നമ്മൾ ഈ പാട്ടെടുക്കുമ്പോൾ പാട്ടിൻ്റെ ലെന്ത് ഇവിടം വരെ ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എത്ര ബിയും ഇയും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ബിയെ നിങ്ങൾ കൈവയ്ക്കരുത്, ഈ ഇയിലും കൈവയ്ക്കരുത്. ഇവിടെ ഒരു ബി ഉണ്ട്, അതിലും കൈവയ്ക്കരുത്. ഇവിടെ ഒരു ഇ ഉണ്ട്, ഇതിലും കൈവയ്ക്കരുത്. അപ്പോൾ ഈ പാട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതേ മൈനസ് സ്കെയിലാന്ന് പറയുന്നതിൻ്റെ കാരണം എയിൽ ആരംഭിച്ചിട്ട് നമ്മൾ അവസാനിക്കുന്നത് എയിലാണ് കേട്ടോ. അപ്പോഴേ അതുകൊണ്ടാണ് എ മൈനസ് സ്കെയിലാണ്. ഇത് ബി സി മേജർ സ്കെയിലല്ല കേട്ടോ. നമ്മളിങ്ങനെ എടുക്കും. ഇത് കണ്ടോ, പാട്ടെടുക്കുന്നത് ഇങ്ങനെ ഇതുണ്ട്. എയിൽ ആരംഭിച്ചാൽ ഇങ്ങനെ ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് എളുപ്പം പഠിക്കാൻ വേണ്ടി വിസ് വയ്ക്കുന്ന ഫിംഗർ വെക്കുന്നത് നോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ വന്ന് ഇത്രയാണ് പല്ലവി എന്ന് പറഞ്ഞ് ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ നോട്ടിൽ പിടിച്ചു? എയിൽ ആരംഭിച്ചു, ഇങ്ങനെ വന്നു, ഇവിടെ വന്നല്ലേ, ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിയായിരുന്നു. അപ്പോൾ നമ്മളിനി അനുപല്ലവിയും ശരണവും ഒരേപോലെ ഇരിക്കുകയാണ്, അത്ര സെയിം നോട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ലിറിക്സ് മാറും, ഇതിൻ്റെ നോട്ട് മാറുന്നില്ല. അപ്പം നമ്മൾ അനുപല്ലവിയും അതുകൊണ്ട് മിസ് അനുപല്ലവി കാണിച്ചു തരാം. അത് തന്നെയാണ് ശരണവും കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ. ഇങ്ങനെയാണ് പാട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിയല്ലേ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് കണ്ട ആരാരും കാണാതെ ഇവിടെ
ഇങ്ങനെയാണ് കേട്ടോ. വീണ്ടും അത് കഴിയുമ്പോൾ പല്ലവി വരുമ്പോൾ ഇങ്ങനെ പിന്നെ വെക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ എടുക്കണം. അത് കഴിയുമ്പോൾ ഇതുണ്ട് ഏത് പിന്നെ ഡിയിൽ വരും. ഇവിടം വരെ വരും. ബോഡി ഇങ്ങനെ വരണം കേട്ടോ, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അനുപല്ലവി വരുമ്പോൾ ഇങ്ങനെ എടുക്കും. വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഒരിക്കൽ കൂടി അത് എടുക്കും. നിങ്ങൾ കണ്ടോ, നമ്മൾ വന്ന് പാട്ട് എയിൽ ആരംഭിച്ച് എയിൽ നിർത്തിയില്ലേ, ഇവിടെ വന്ന് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ഇത് എ മൈനർ സ്കെയിൽ. അപ്പം നമ്മളിതിൻ്റെ കോഡ്സ് നോക്കുമ്പോഴേ നമുക്ക് വന്ന് ഇതിനകത്ത് നമ്മൾ ഈ കീയിലൊക്കെ പിടിച്ചതൊക്കെ ഡി മൈനർ കോഡ് പിടിക്കാൻ പറ്റും. കണ്ടോ, ഇതുണ്ടായിരുന്നു അല്ലേ, പിന്നെ സി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇത് കണ്ടോ എഫ് മേജർ കോഡ് പിടിക്കാം. കണ്ടോ, പിന്നെ നമുക്ക് വന്നിട്ട് F6 പിടിക്കാമായിരുന്നു. അതേസമയം നമ്മൾ വന്ന് ഇപ്പോൾ ഈ എ മൈനർ കോഡ് പിടിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കോഡ്സുകൾ എത്തിപ്പിടിക്കാം. ഇനി നമ്മൾ വന്ന് B6 ആണ് മിസ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ B6 നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഇതാണ് B6 എടുക്കുമ്പോൾ നമ്മൾ വന്നിട്ട് F ഷാർപ്പിൽ പിടിക്കുക, G ഷാർപ്പിൽ പിടിക്കുക, പിന്നെ വന്നിട്ട് ബിയും ബിയും ഇത് വരും. ഇത് രണ്ടും വരും. ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നത് എന്താ വെച്ചാൽ ഇത് കണ്ട, ഇത് ബിയുടെ ഷാർപ്പായിട്ടാണ് പറയുന്നത്, സി ആയിട്ട് പറയത്തില്ല. അപ്പം നമ്മളിങ്ങനെ പിടിച്ചെന്ന് F6 ആയി. അപ്പം നമുക്കിത് വന്ന് F-6 ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ സി എടുത്ത് ബിയിലേക്ക് വയ്ക്കുക. കണ്ടോ, അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ -6 ആയി. കണ്ടോ, അപ്പം G ഷാർപ്പ് ബി ഷാർപ്പ്, സി അല്ല ഇത് ബി ഷാർപ്പായിട്ടായി പോകുന്നത്, ബി ഷാർപ്പ്. പിന്നെ നമ്മൾ വന്ന് എഫ് ഷാർപ്പും ഡി, ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ഉണ്ടോ, ഇങ്ങനെ പിടിക്കാം. ഈ സി കൂടെ മാറ്റി വേണം, ഇൻവെർഷൻ മാറ്റി പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോൾ അത് B6 ആകും. മൈനർ ആകുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. കണ്ടോ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പിടിക്കാം. കണ്ടോ, ഇങ്ങനെയും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് പഠിക്കേണ്ടത്, മിസ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവർക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. എന്തെങ്കിലും നമുക്ക് എൻ്റെ ബോർഡിൽ മിസ് എഴുതിയിട്ടുണ്ട്, അത് ബോർഡിലേക്ക് നോക്കാം. ബിയുടെ കോഴ്സ് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുകയാണ്. ഇത് B6 എന്ത് വരും? എഫ് ഷാർപ്പ് ഡി, ബി ഷാർപ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബി ഷാർപ്പ് വന്ന് സി ആണ് കേട്ടോ. അപ്പോൾ സിയിലേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. ഇത് G ഷാർപ്പ്, ഇതാണ് B6. അതേസമയം നമ്മൾ B-6 ആണെങ്കിലോ ഇത് കണ്ടോ. അപ്പം നമ്മൾ മൈനർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മേജറും മൈനറും കൂടി ഒരേ ഒരു ഡിഫറൻറ്റ് എന്താ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ബി ഷാർപ്പ് സിയിൽ പിടിക്കും നമ്മൾ, പക്ഷേ ഇവിടെ വന്ന് ബിയിൽ പിടിക്കും. ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക കേട്ടോ, മിസ്സ് കൂടുതലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിനൊക്കെ വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye bye.